ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കല, സാംസ്കാരികം, സാഹിത്യം, കായികം, അതേപോലെ ശാസ്ത്ര സാങ്കേതികം, ഭൂമിശാസ്ത്രം, ഭരണരംഗം, സാമ്പത്തിക ശാസ്ത്രം 2021 മുതൽ 2024 വരെ ഈ ഭാഗത്തു നിന്നും കറണ്ട് അഫയേഴ്സിൽ വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോന്റെ ലെങ്ത് കുറച്ച് വലുതായിരിക്കും, മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും 2024 LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 20ൽ നിങ്ങൾക്കൊരു 18 മാർക്കെങ്കിലും വാങ്ങാൻ പറ്റാവുന്ന അത്രത്തോളം ലെവലിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻസ്, അതിപ്പോൾ നിങ്ങളുടെ കമൻസും അതേപോലെ തന്നെ ലൈക്കുമാണ് നമുക്ക് മുന്നോട്ടേക്ക് വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈക്കും കമൻറ്റും താഴെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫസ്റ്റ് അഗ്നിപഥിനെ കുറിച്ചാണ്. ഒത്തിരി അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് അഗ്നിപഥ് എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് അഗ്നിപഥും അഗ്നിപഥിലേക്കുള്ള റിക്രൂട്ട്മെന്റും അതേപോലെ തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പൊ നമുക്ക് നേരെ അഗ്നിപഥ് എന്താന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതായത് യുവാക്കൾക്ക് കരാറടിസ്ഥാനത്തിൽ പ്രതിരോധ സേനകളിൽ സേവനമനുഷ്ഠിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, അഗ്നിപഥ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, യുവാക്കൾക്ക് കരാറടിസ്ഥാനത്തിൽ പ്രതിരോധ സേനകളിൽ സേവനമനുഷ്ഠിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് പറയുന്ന പേരാണ് അഗ്നിപഥ്. പ്രായപരിധി 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലെ ചോദ്യത്തിൽ. അപ്പോൾ ഓർത്തു വച്ചോ, പ്രായപരിധി അഗ്നിപഥിന് എത്രയാണെന്ന് ചോദിച്ചാൽ 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. 4 വർഷത്തേക്കാണ് കരാർ നിയമനം എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷത്തേക്കാണ് നമ്മൾ ഈ അഗ്നിപഥ് എന്ന് പറയുന്ന ആ ഒരു സേനയിലേക്ക്, പ്രതിരോധ സേനയിലേക്ക് നമ്മൾ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 4 വർഷമാണ് അതിൽ നമ്മൾ എന്ത് ചെയ്തേണ്ടത്, ജോലി ചെയ്യേണ്ടത്. പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് 2012 ജൂലൈ 14-നാണ്. ഓക്കെ, അപ്പോൾ 2012 ജൂലൈ 14-നാണ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുന്നത്. അഗ്നിപഥിൽ മികവ് പുലർത്തുന്ന 25% പേരെ ഒരു മാസത്തിനു ശേഷം സ്ഥിര നിയമനത്തിനായി തിരഞ്ഞെടുക്കും. അപ്പോൾ അതിന്റെ ട്രെയിനിങ് പീരീഡും അതേപോലെ തന്നെ പ്രൊബേഷൻ എന്നൊക്കെ പറയുന്നത് 1 മാസമാണ്. അപ്പോൾ അഗ്നിപഥിൽ മികവ് പുലർത്തുന്ന 25% പേരെ ഒരു മാസത്തിനു ശേഷം സ്ഥിര നിയമനത്തിനായി തിരഞ്ഞെടുക്കും. അഗ്നിപഥ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾ അറിയപ്പെടുന്ന പേരാണ് അഗ്നിവീരന്മാർ. ഓക്കെ, അപ്പോൾ അഗ്നിവീരന്മാർ എന്നതാണ് ഇവരെ അറിയപ്പെടുന്നത്. അതായത് അഗ്നിപഥ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്, അഗ്നിവീരന്മാർ. ഇനി 4 വർഷം പൂർത്തിയാകുമ്പോൾ അഗ്നിവീരന്മാർക്ക് ഒറ്റത്തവണ സേവനനിധി പാക്കേജിലൂടെയാണ് പണം നൽകുന്നത്. ഓക്കെ, അപ്പോൾ സാലറി എന്ന് പറയുന്നത് 4 വർഷം പൂർത്തിയാകുമ്പോഴാണ് അവർക്ക് ലഭിക്കുന്നത്. സേവനകാലത്ത് മരണമടയുന്ന അഗ്നിവീരന്മാരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയായിട്ടുള്ള 1 കോടി രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാല് അഗ്നിപഥ് എന്ന് പറയുന്ന ആ ഒരു പ്രതിരോധ സേനയിൽപ്പെട്ട് അവർക്ക് എന്തെങ്കിലും എന്താണ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന 1 കോടി രൂപയായിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഗ്നിപഥുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. യുവാക്കൾക്ക് കരാറടിസ്ഥാനത്തിൽ പ്രതിരോധ സേനകളിൽ സേവനം അനുഷ്ഠിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അഗ്നിപഥ് എന്ന് പറയുന്നത്. പ്രായപരിധി മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. 4 വർഷത്തേക്കാണ് ഈ കരാറിന്റെ നിയമനം എന്ന് പറയുന്നത്. പദ്ധതിക്ക് അംഗീകാരം നൽകിയത് 2012 ജൂലൈ 14-നാണ്. 25% പേരെ ഒരു മാസത്തിന് ശേഷം എന്ത് ചെയ്യും, സ്ഥിരപ്പെടുത്തും. അതേപോലെ അഗ്നിപഥ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾക്ക് അറിയപ്പെടുന്ന പേരാണ് അഗ്നിവീരന്മാർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വച്ചോ, അഗ്നിവീരന്മാർ. ഇനി 4 വർഷമാണ് ഇതിന്റെ ഒരു എന്തെന്ന് പറയുന്നത്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ 4 വർഷം കൊണ്ട് അഗ്നിവീരന്മാർക്ക് ഒറ്റത്തവണ സേവനനിധി പാക്കേജിലൂടെയാണ് നമുക്ക് പേയ്മെന്റ്, അവർക്ക് സാലറി കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ഒരു 4 വർഷത്തിന് ആ ഒരു സമയത്തിനുള്ളിൽ ഇവർക്ക് എന്തെങ്കിലും മരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ച പ്രകാരം നഷ്ടപരിഹാരമായിട്ട് 1 കോടി രൂപ അവരുടെ കുടുംബത്തിന് ലഭിക്കുന്നതായിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്. എപ്പോഴും PSCക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത്. ഓക്കെ, 2024 നടക്കേണ്ടിയിരുന്ന 109ാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഫഗ്വാര എന്ന് പറയുന്ന സ്ഥലമാണ്. ഫഗ്വാര എവിടെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബിലാണ്. ഓക്കെ, അപ്പോൾ 2024 നടക്കേണ്ടിയിരുന്ന 109ാമത് സയൻസ് കോൺഗ്രസിന്റെ
വേദി ഭക്വാരയാണ്, അത് പഞ്ചാബാണ്. 100 വർഷ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2024 നടക്കേണ്ടിയിരുന്ന ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങിയത്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് നാഗ്പൂർ എന്ന് പറയുന്നത് 2023. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ പ്രമേയം എന്താ ചോദിച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് വുമൺ എംപവർമെന്റ് എന്നതാണ്. ഓക്കെ, അപ്പോൾ 108ാമത് സയൻസ് കോൺഗ്രസിന്റെ എന്താണ് പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രമേയം PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ 108ാമത് സയൻസ് കോൺഗ്രസിന്റെ പ്രമേയം എന്താ ചോദിച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് വുമൺ എംപവർമെന്റ് എന്നതാണ്. 108ാമത് ശാസ്ത്ര കോൺഗ്രസ് ഹാൾ ഓഫ് ദ ഫെയിമിൽ ഉൾപ്പെട്ട മലയാളി വനിതകൾ ആരൊക്കെയാ ചോദിച്ചാൽ ഹാൾ ഓഫ് ദ ഫെയിമിൽ ഉൾപ്പെട്ട മലയാളി വനിതകളാണ് മേരി പുന്നൻ ലൂക്കോസ്, മേരി പുന്നൻ ലൂക്കോസ്, അതേപോലെ തന്നെ ഡോക്ടർ ജാനകി അമ്മാൾ, പിന്നെ അന്ന മാണി. ഇവരാണ് എന്തെന്ന് പറയുന്നത് 108ാമത് ശാസ്ത്ര കോൺഗ്രസ് ഹാൾ ഓഫ് ദ ഫെയിമിൽ ഉൾപ്പെട്ട മലയാളി വനിതകളാണ് മേരി പുന്നൻ ലൂക്കോസ്, ഡോക്ടർ ജാനകി അമ്മാൾ, അന്ന മാണി. 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ 2020 ജനുവരി 3 107ാമത് സയൻസ് കോൺഗ്രസ് വേദിയായത് ബാംഗ്ലൂർ, ജനുവരി 3, 2020. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി, അതേപോലെ തന്നെ അതിൻ്റെ തീം എന്താണെന്നുള്ളത്, അതേപോലെ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മലയാളി വനിതകളോ അല്ലെങ്കിൽ മലയാളി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. 2024 നടക്കേണ്ടിയിരുന്ന 109ാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഫഗ്വാര, പഞ്ചാബാണ്. 100 വർഷത്തിൽ ആദ്യമായിട്ടാണ് 2024 നടക്കേണ്ടിയിരുന്ന ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങിയത്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് നാഗ്പൂർ, അത് 2023. 108ാമത് സയൻസ് കോൺഗ്രസിന്റെ പ്രമേയമായിരുന്നു എന്തെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് വുമൺ എംപവർമെന്റ്. 108ാമത് ശാസ്ത്ര കോൺഗ്രസ് ഹാൾ ഓഫ് ദ ഫെയിമിൽ ഉൾപ്പെട്ട മലയാളി വനിതകളാണ് മേരി പുന്നൻ ലൂക്കോസ്, ഡോക്ടർ ജാനകി അമ്മാൾ, അന്ന മാണി. 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദിയായ നഗരം ബാംഗ്ലൂർ, 2020 ജനുവരി 3. നമുക്കറിയാം MiG-21 വിമാനം ഒത്തിരി അധികം ഭയങ്കര അധികം ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് MiG-21 വിമാനം എന്ന് പറയുന്നത്. അപ്പൊ ഇനി അതിനെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് 2025 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനമാണ് MiG-21 എന്ന് പറയുന്നത്. അപ്പോൾ 2025 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനമായിരുന്നു എന്തെന്ന് പറയുന്നത് MiG-21. ഇന്ത്യക്കായി MiG-21 നിർമ്മിച്ചു നൽകിയ രാജ്യം ചോദിക്കാം USSR അല്ലെങ്കിൽ റഷ്യയാണ് എന്ത് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യക്കായിട്ട് MiG-21 എന്ന് പറയുന്ന യുദ്ധവിമാനം നിർമ്മിച്ചു നൽകിയത്. സോവിയറ്റ് യൂണിയന്റെ ശതാബ്ദി വേഗ പോർ വിമാനമാണ് MiG-21 എന്ന് പറയുന്നത്. 1963 ഇന്ത്യൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും MiG-21 വാങ്ങുന്നത്. പറക്കുന്ന ശവപ്പെട്ടി, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ പറക്കുന്ന ശവപ്പെട്ടി എന്നറിയപ്പെടുന്ന ഏതാണ് താഴെ പറയുന്നവയിൽ വിമാനം എന്ന് ചോദിച്ചാൽ യുദ്ധവിമാനമാണ്. പറക്കുന്ന ശവപ്പെട്ടിയാണ് MiG-21. വിളിക്കുന്ന പേര് ഉയർന്ന അപകട നിരക്ക് ഈ ഒരു വിമാനത്തിനുണ്ട്. കാരണം എല്ലാ പരീക്ഷണങ്ങളുടെ സമയത്തും എന്തെങ്കിലും ഒരു ചെറിയ പരിക്കുകളോ അല്ലെങ്കിൽ അപകടങ്ങളോ സംഭവിക്കാറുണ്ട് ഈ ഒരു വിമാനമായിട്ടുള്ള യുദ്ധത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിമാനത്തെ പറക്കുന്ന ശവപ്പെട്ടി. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തുണ്ടാവില്ല, ആള് ചിലപ്പോൾ തട്ടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പറക്കുന്ന ശവപ്പെട്ടി. ഓക്കെ, 4 MiG-21 ഫൈറ്റർ സ്ക്വാഡ് ഡ്രോണുകൾ ഘട്ടമായി അവസാനിപ്പിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് പദ്ധതിയിടുന്നു. 2022 സെപ്റ്റംബർ അവയിൽ ഒന്ന് സേവനത്തിൽ നിന്നും വിരമിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് MiG-21 കുറിച്ച് പറയാനുള്ളൂ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. 2025 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനമാണ് MiG-21. നിർമ്മിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. അതേപോലെ തന്നെ MiG-21 സോവിയറ്റ് യൂണിയനിൽ നിന്നും വാങ്ങുന്നത് 1963 എന്താണ് ഇതിന്റെ വിളിപ്പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറക്കുന്ന ശവപ്പെട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു. 4 MiG-21 ഫൈറ്റർ സ്ക്വാഡ്രോണുകൾ ഘട്ടമായി അവസാനിപ്പിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് പദ്ധതിയിടുന്നു. 2022 സെപ്റ്റംബർ അവയിൽ ഒന്ന് സേവനത്തിൽ നിന്നും വിരമിക്കും. അടുത്തത് പ്രജന്റ്.
ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്? പ്രജന്റ് എന്ന് പറയുന്നത്. എന്താ ഈ പ്രജന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അത്യുഗ്രം എന്നാണ് എന്തെന്ന് പറയുന്നത്? പ്രജന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആണ് പ്രജന്റ്. പ്രജന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് അത്യുഗ്രം എന്നതാണ്. പ്രജന്റ് എന്ന പേര് നിർദ്ദേശിച്ചത് രാജ്നാഥ് സിംഗ് ആണ്, പ്രതിരോധ മന്ത്രി. അതേപോലെ തന്നെ പ്രജന്റിന്റെ ഹെലികോപ്റ്ററിന്റെ ഉയരം 4.7 മീറ്റർ, 268 കിലോമീറ്റർ ആണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത്. ദൂരപരിധിയാണെങ്കിൽ 550 കിലോമീറ്റർ ഹെലികോപ്റ്റർ വികസിപ്പിച്ച ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്. 5000 മീറ്റർ ഉയരത്തിൽ ആയുധങ്ങളുമായി ഉയരാനും ഇറങ്ങാനും കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു ആക്രമണ ഹെലികോപ്റ്റർ ആണ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആയിട്ടുള്ള ഏതെന്ന് പറയുന്നത്? പ്രജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? 5000 മീറ്റർ ഉയരത്തിൽ ആയുധങ്ങളുമായി ഉയരാനും അതേപോലെ തന്നെ എന്താണ് ഇറങ്ങാനും കഴിയുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ആക്രമണ ഹെലികോപ്റ്റർ ആണ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആയിട്ടുള്ള പ്രജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2024 ഇന്ത്യ S-400 മിസൈലുകൾ വാങ്ങിയ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. വിമാനത്തിൽ പ്രദർശിപ്പിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്തമുദ്രകളിലൂടെ കാണിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ എയർലൈൻസ് ആണ് എയർ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? വിമാനത്തിൽ പ്രദർശിപ്പിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്തമുദ്രകളിലൂടെ എന്താണ്? ഒരു വെറൈറ്റിയാണ് സംഭവം. എന്താണ്? വിമാനത്തിൽ എന്താണ് പ്രദർശിപ്പിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ? എന്ത്? നൃത്തമുദ്രകളിലൂടെ കാണിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ എയർലൈൻ ആണ് എയർ ഇന്ത്യ. വ്യോമ അതിർത്തിയിൽ നടത്തുന്ന ഡ്രോൺ പോലുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ചു വീഴ്ത്താൻ UK പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധമാണ് ഡ്രാഗൺ ഫ്ലൈ. ചോദിക്കാൻ വേണമെങ്കിൽ എന്താണ് ഡ്രാഗൺ ഫ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്ലൈ എന്താണ്? അതായത് വ്യോമ അതിർത്തിയിൽ എത്തുന്ന ഡ്രോൺ പോലെയുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, ഇന്ന് ഏറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റങ്ങൾ നടത്തുന്നത് ഈ പറയുന്ന ഡ്രോണുകൾ മുഖേനയാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രോണുകൾ മുഖേന നുഴഞ്ഞുകയറ്റങ്ങൾ നടത്തുമ്പോൾ അതിനെ നിഷ്പ്രയാസം കൊന്നു തള്ളാനായിട്ട് പറ്റും. എന്തിന്? ഈ പറയുന്ന ഡ്രാഗൺ ഫ്ലൈ ഉപയോഗിച്ച്, അതായത് എക്സ്പോസ് ചെയ്ത് എന്ത് ചെയ്യുക, അതിനെ നശിപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിമാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോയിങ് 777-9 ആണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിമാനം എന്ന് പറയുന്നത്. ബോയിങ് 777-9. ഓക്കെ, പുതിയ പതാക നമുക്കറിയാം. 2023 വ്യോമസേനയുടെ പുതിയ പതാക പുതുക്കിയ പതാക അവതരിപ്പിച്ചത് VR ചൗധരിയാണ്. അശോക സംഭവവും ഹിമാലയൻ പരുന്തും ഉൾപ്പെട്ടതാണ് ചിഹ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ പുതിയ പതാക വ്യോമസേനയുടെ എന്ത് ചെയ്തു? പുറത്തിറക്കി. ആ പുതിയ പതാക അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? VR ചൗധരിയാണ് ഇത് അവതരിപ്പിച്ചത്. അശോക സംഭവവും ഹിമാലയൻ പരുന്തും ഉൾപ്പെട്ട ചിഹ്നങ്ങളാണ് ഈ പതാകയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് C-295. 2023 ഇന്ത്യയിലെത്തിയ വ്യോമസേനയുടെ ആദ്യത്തെ എയർബസ് ആണ് ഈ പറയുന്ന C-295 എന്ന് പറയുന്നത്. സ്പെയിൻ ആണ് ശരിക്കും ഈ പറയുന്ന C-295 നിർമ്മിച്ചത്. ഓക്കെ, സ്പെയിൻ ആണ്. എന്താ ഇത് ശരിക്കും പറഞ്ഞ? അതായത് ഇന്ത്യയിൽ എത്തിയ വ്യോമസേനയുടെ ആദ്യത്തെ എയർബസ് വിമാനമാണ് C-295. വിമാനത്തിലെ എംബ്ലം എന്ന് പറയുന്നത് അത് വെറൈറ്റി ആണ്. ഒറ്റക്കൊമ്പൻ റൈനോസർ ആണ് ഈ വിമാനത്തിന്റെ എംബ്ലം എന്ന് പറയുന്നത്. 4 എഞ്ചിനുള്ള ടർബോ പ്രോപ്പ് വിമാനമാണ് C-295 എന്ന് പറയുന്നത്. 5 മുതൽ 10 ടൺ വരെ ഭാരം C-295 വിമാനങ്ങൾക്ക് വഹിക്കാനായിട്ടാകും. കരാർ പ്രകാരം 56 യാത്രാ യുദ്ധ വിമാനങ്ങളാണ് ഇന്ത്യക്ക് കൈമാറുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ 748 വിമാനങ്ങൾക്ക് പകരമായാണ് C-295 വാങ്ങുന്നത്. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആണ്. C-295 എന്ന് പറയുന്നത് 2023 ഇന്ത്യയിൽ എത്തിയ വ്യോമസേനയുടെ ആദ്യത്തെ എയർബസ് വിമാനമാണ് C-295. ഏത് രാജ്യത്ത് നിന്നുമാണ് നമ്മളിത് വാങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇത് സ്പെയിനിൽ നിന്നുമാണ് ഈ ഒരു വിമാനം വാങ്ങിയത്. അതേപോലെ തന്നെ വിമാനത്തിന്റെ എംബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റക്കൊമ്പൻ റൈനോ ആണ്. ഓക്കെ, ഇനി 56 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യക്ക് ഇങ്ങനെ കൈമാറുന്നത്. അതേപോലെ തന്നെ 748 വിമാനങ്ങൾക്ക് പകരമായാണ് C-295 വാങ്ങുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അതേപോലെ അടുത്തതാണ്
റഫാൽ യുദ്ധവിമാനങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ ഓരോ പോയിന്റ്സ് നിങ്ങൾക്ക് എടുത്തിട്ട് അതിന്റെ ഹിസ്റ്ററി ഉൾപ്പെടെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. വെറുതെ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് വെറുതെ ചോദ്യങ്ങൾ വായിക്കുന്നു, അതിന്റെ ഉത്തരങ്ങൾ വായിച്ച് ഒരു ന്യൂസ് റീഡിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണോ നമ്മൾ പഠിക്കുന്നത് അതിന്റെ ചരിത്രം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഡീപ്പായിട്ട് അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള പോയിന്റ്സ് കൂടി നോക്കിയതിന് ശേഷമാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ 1 മണിക്കൂറും 1.5 മണിക്കൂറിലേക്കൊക്കെ പോകുന്നത്. എനിക്കിത് 5 മിനിറ്റോ 10 മിനിറ്റോ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് എക്സാമിന് ഇത് ഉറപ്പായിട്ടും എഴുതാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് അതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോ റാഫേൽ യുദ്ധവിമാനങ്ങൾ 2020 ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനമാണ് റഫാൽ എന്ന് പറയുന്നത്. അപ്പോൾ റഫാൽ യുദ്ധവിമാനങ്ങൾ 2020 ജൂലൈയിലാണ് ഇന്ത്യ ആരിൽ നിന്നോ വാങ്ങണേ, ഫ്രാൻസിൽ നിന്നുമാണ് വാങ്ങുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രാൻസിന്റെ കമ്പനിയാണ് ഡെസാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെസാൾട്ട് കമ്പനിയാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. റഫാൽ പറന്നിറങ്ങിയ ഇന്ത്യൻ എയർബേസ് ആണ് നമ്പർ 17 സ്ക്വാഡ്രൺ IAF ഗോൾഡൻ ആരോസ്. ഇവിടെയാണ് റഫേൽ പറന്നിറങ്ങിയത്. അപ്പോൾ റഫേൽ എയർബേസ് എന്ന് പറയുന്നത് പറന്നിറങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 17 സ്ക്വാഡ്രൺ IAF ഗോൾഡൻ ആരോസ്. ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറുന്ന ആകെ റഫാൽ യുദ്ധവിമാനങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 എണ്ണമാണ്. ഓക്കെ, അപ്പൊ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറുന്ന ആകെ റഫാൽ യുദ്ധവിമാനങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 36 ആണ്. റഫാൽ യുദ്ധവിമാനം പുറത്തിറക്കുന്നതിനായി നിയമിക്കപ്പെട്ട വനിത ആരാന്ന് ചോദിച്ചാൽ അതാണ് ശിവാനി എന്ന് പറയുന്ന വനിതയാണ്. റഫേൽ യുദ്ധവിമാനങ്ങൾ പുറത്തിറക്കുന്നതിനായി നിയമിക്കപ്പെട്ട വനിത ആരാന്ന് ചോദിച്ചാൽ അതാണ് ശിവാനി എന്ന് പറയുന്ന വനിത. അപ്പോ ഇത്രയാണ് റഫാൽ യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളൂ. 2020 ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നുമാണ് വാങ്ങുന്നത്. അതേപോലെ അതായത് റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രാൻസിലെ കമ്പനിയാണ് ഡെസൾട്ട് എന്ന് പറയുന്നത്. റഫാൽ പറന്നിറങ്ങിയ ഇന്ത്യൻ എയർബേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 17 സ്ക്വാഡൻ IAF ഗോൾഡൻ ആരോസ്. ഇന്ത്യൻ നാവികസേന, നമുക്ക് INS വിക്രാന്തിനെ കുറിച്ച് ഒന്ന് നോക്കാം. കാരണം എന്താണ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് പണിതിറക്കിയ ചരിത്രം തന്നെ സൃഷ്ടിച്ച ഒരു എന്താണ് നാവികസേനയുടെ കപ്പലാണ് എന്തെന്ന് പറയുന്നത് INS വിക്രാന്ത്. നമുക്ക് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിമാന വാഹിനി കപ്പലാണ് INS വിക്രാന്ത്. INS വിക്രാന്തിനെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 2022 സെപ്റ്റംബർ 2. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മുടെ ഇന്നത്തെ ചോദ്യം സെപ്റ്റംബർ 2 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരം എന്താന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ 2022 സെപ്റ്റംബർ 2 INS വിക്രാന്തിനെ പ്രധാനമന്ത്രി സമർപ്പിച്ചത്. നമ്മുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 2 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, ഇനി വിക്രാന്തിന്റെ നിർമ്മാണത്തോടെ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കപ്പൽശാലയാണ് കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല. ശരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അസുലഭമായ മുഹൂർത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് INS വിക്രാന്തും അതിന്റെ നിർമ്മാണവും അതിന്റെ ഉദ്ഘാടനവും എന്ന് പറയുന്നത്. 2000 കോടി ചെലവില് ഇന്ത്യൻ ചരിത്രത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ കപ്പലാണ് എന്തെന്ന് പറയുന്നത് യുദ്ധക്കപ്പലാണ് നമ്മുടെ INS വിക്രാന്ത്. പരമാവധി വേഗം 28 നോട്ടിക്സ് ആണ്, അതായത് 52 കിലോമീറ്റർ ആണ് പെർ അവർ അത് പോകുന്നത്. കൊളോണിയൽ ഭൂതകാലത്തിന്റെ പ്രതീകങ്ങൾ ഒഴിവാക്കിയ പുതിയ നാവിക പതാകയും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. വിക്രാന്തിന്റെ നിർമ്മാണത്തോടെ തദ്ദേശീയമായ വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ 6ാമത്തെ രാജ്യമാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്ന ആ ഒരു നേട്ടം കൂടി ഇന്ത്യൻ ഷിപ്പ്യാർഡ്, അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡ് നേടുകയാണ്. ഇന്ത്യയിലെ കൂടാതെ മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ, ഫ്രാൻസ് ആണ് ഇന്ത്യയെ കൂടാതെ മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത്. വിക്രാന്ത് രൂപകൽപ്പന ചെയ്തത് വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ ഇന്ത്യൻ നേവിയാണ്. ഓക്കെ, അപ്പോൾ വിക്രാന്ത് ആരാണ് രൂപകൽപ്പന ചെയ്തതെന്ന് ചോദിച്ചാൽ വിക്രാന്ത് രൂപകൽപ്പന ചെയ്തത് വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ ഇന്ത്യൻ നേവി.
ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ 30 വിമാനങ്ങൾ വഹിക്കാനാണ് ഈ ഒരു യുദ്ധക്കപ്പലിന് കഴിയുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ 30 വിമാനങ്ങൾ വഹിക്കാനായിട്ട് ഈ ഒരു കപ്പലിന് കഴിയും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതിന്റെ ഒരു വലിപ്പം എന്താന്നുള്ളതും അതിന്റെ ആ ഒരു എന്താണ് അത്രയും വലിയ ശേഷിയുള്ള ഒരു കപ്പലാണ്, യുദ്ധക്കപ്പലാണ് ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. അത് ഭയങ്കര ഒരു നേട്ടം തന്നെയല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് INS വിക്രാന്തുമായി നമ്മൾ പഠിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് വിക്രാന്ത്. എന്നാണ് INS വിക്രാന്ത് നിർമ്മിച്ചത് രാജ്യത്തിന് നരേന്ദ്രമോദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 സെപ്റ്റംബർ 2. എത്ര കോടി രൂപയാണ് ഈ കപ്പലിന് ചെലവായെന്ന് ചോദിച്ചാൽ 2000 കോടി ചെലവിലാണ് ഇത് നിർമ്മിക്കുന്നത്. പരമാവധി ഇതിന്റെ വേഗം നോക്കിക്കഴിഞ്ഞാൽ 28 നോട്ടിക്സ് ആണ്. 52 കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഇതിന്റെ ദൂരം എന്ന് പറയുന്നത്. കൊളോണിയൽ ഭൂതകാലത്തിന്റെ പ്രതീകങ്ങൾ ഒഴിവാക്കിയ പുതിയ നാവിക പതാകയും പ്രധാനമന്ത്രി ഇതിനു വേണ്ടി അനാച്ഛാദനം ചെയ്തു. വിക്രാന്തിന്റെ നിർമ്മാണത്തോടെ തദ്ദേശീയമായ വിമാനവാഹിനി യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ 6ാമത്തെ രാജ്യമായി ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയെ കൂടാതെ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ, ഫ്രാൻസ് ആണ്. വിക്രാന്ത് രൂപകൽപ്പന ചെയ്ത വാർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ, ഇന്ത്യൻ നേവി ആണ്. ഹെലികോപ്റ്ററുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും ഉൾപ്പെടെ 30 വിമാനങ്ങൾ വഹിക്കാനാണ് ഈ ഒരു കപ്പലിന് കഴിയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് INS വാഗീറിനെ കുറിച്ചാണ്. INS വാഗീർ നാവികസേനയുടെ പ്രൊജക്ട് 75ന്റെ ഭാഗമായി മുംബൈ മസഗൺ ഡോക്കിൽ നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാമത് സ്കോർപിയൻ അന്തർവാഹിനിയാണ് INS വാഗീർ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നാവികസേനയുടെ പ്രോജക്ട് 75ന്റെ ഭാഗമായി മസഗൺ ഡോക്കിൽ നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാമത്തെ സ്കോർപിയൻ അന്തർവാഹിനിയാണ്. 5ാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഓർത്തു വച്ചോ. 5ാമത്തെ എന്താണ്? 5ാമത്തെ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന നാവികസേനയുടെ പ്രൊജക്ട് 75ന്റെ ഭാഗമായി മുംബൈ മസഗോൺ ഡോക്കിൽ നിർമ്മിച്ച 5ാമത്തെ സ്കോർപിയൻ അന്തർവാഹിനിയാണ് INS വാഗീർ. 5ാമത്തെ സ്കോർപിയൻ അന്തർവാഹിനി. ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത കടലിലും സമുദ്ര ഉപരിതലത്തിലും ഒരേപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള അന്തർവാഹിനിയാണ് INS വാഗീർ എന്ന് പറയുന്നത്. അതായത് അറ്റ് എ ടൈം എന്താണ് നാവികസേന കമ്മീഷൻ ചെയ്ത ഈ ഒരു കപ്പൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ സമയം തന്നെ മുകളിൽ, അതായത് കരയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യുദ്ധത്തിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ എന്താണ് താഴത്തും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും, അതായത് കടലിനടിയിലും. ഫ്രാൻസിലെ MS നേവൽ ഗ്രൂപ്പ് മുംബൈ മസഗോൺ ഡോക്കുമായി ചേർന്നാണ് INS വാഗീർ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മാരകമായ വാഗീർ സാൻഡ് മത്സ്യത്തിന്റെ പേരാണ് ഈ അന്തർവാഹിനിക്ക് നിലവിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പേര് കൊടുക്കാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മാരകമായിട്ടുള്ള വാഗീർ ഡാൻസ് എന്ന് പറയുന്ന വാഗീർ സാൻഡ് എന്ന് പറയുന്ന മത്സ്യത്തിന്റെ പേരാണ് അന്തർവാഹിനിക്ക് നൽകിയിരിക്കുന്നത്. മഹാസമുദ്രത്തിൽ മാരകമായിട്ടുള്ള ഒരു ഫിഷാണ് ഈ വാഗീർ സാൻഡ് എന്ന് പറയുന്നത്. ആ മത്സ്യത്തിന്റെ പേരാണ് എന്തിനിട്ടിരിക്കുന്നത്? ഈ INS വാഗീറിന്. കാരണം അത്രത്തോളം മാരകമായിട്ടുള്ള ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പോലും പിടിച്ചു നിർക്കാനായിട്ട് ആർക്ക് പറ്റും? ഈ പറയുന്ന നമ്മുടെ സ്കോർപിയൻ അന്തർവാഹിനി ആയിട്ടുള്ള INS വാഗീറിന് പറ്റും. കാരണം അതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് നിർദ്ദേശിച്ചത്. അടുത്തത് INS വാക്ഷീർ. ഇമ്പോർട്ടൻ്റ് ആണ്. നാവികസേനയുടെ പ്രൊജക്ട് 75ന്റെ ഭാഗമായി മുംബൈ മസഗൺ നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട 6ാമത് അന്തർവാഹിനിയാണ് INS വാക്ഷീർ. അപ്പോൾ എന്താണ് നിലവില് എന്താണ് നാവികസേനയുടെ പ്രൊജക്ട് 75ന്റെ ഭാഗം മുംബൈ മസഗൺ നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട 6ാമത്തെ അന്തർവാഹിനിയാണ് ഏതെന്ന് പറയുന്നത്? INS വാക്ഷീർ. 2024 INS വാക്ഷീർ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും. നാവികസേനയുടെ അവസാനത്തെ കൽവാരി അന്തർവാഹിനിയാണ് INS വാക്ഷീർ എന്ന് പറയുന്നത്. അപ്പോൾ നാവികസേനയുടെ അവസാനത്തെ കൽവാരി എന്താണ് അന്തർവാഹിനിയാണ് INS വാക്ഷീർ. നാവികസേനയുടെ 6 അന്തർവാഹിനികളാണ് നിലവിൽ നമുക്കുള്ളത്. അതിൻ്റെ ഒന്നാമത്തെയാണ് INS കൽവാരി, രണ്ടാമത്തെ INS കണ്ടേരി, അടുത്തത് INS കരംഗ്, INS വേല, INS വാഗീർ, INS വാക്ഷീർ. അപ്പോൾ ഇത്രയാണ് നാവികസേനയുടെ 6 അന്തർവാഹിനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ INS കൽവാരി, INS കണ്ഠേരി, INS കരംഗ്, INS വേല, INS വാഗീർ, INS വാക്ഷീർ. ഇത്രയാണ്
ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 6 അന്തർവാഹിനി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡ്രോൺ വരുണ. നാവികസേന വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യത്തെ യാത്രാ ഡ്രോൺ ആണ് ഡ്രോൺ വരുണ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഡ്രോൺ ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഫോട്ടോഗ്രാഫിയിലൊക്കെ അത്രത്തോളം നിലയ്ക്കുന്നത് ഈ പറയുന്ന ഡ്രോണിന്റെ കടന്നുവരവാണ്. അതുകൊണ്ട് തന്നെ നാവികസേന വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ യാത്രാ ഡ്രോൺ, അതായത് ഒരാൾക്ക് അതിൻ്റെ അകത്ത് ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിച്ച് പോകാനായിട്ട് പറ്റുന്നതാണ് ഈ പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നാവികസേന വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ യാത്രാ ഡ്രോൺ ആണ് ഡ്രോൺ വരുണ. നിർമ്മാണം സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് ആണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിർമ്മാണം സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ്. 130 കിലോഗ്രാം ഭാരം വഹിച്ച 25 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള ശേഷിയാണ് ഇതിന് ഉള്ളത്. അപ്പോൾ 130 കിലോഗ്രാം ഭാരം വഹിച്ച് 25 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ശേഷി എന്തിനുണ്ട്, ഈ പറയുന്ന ഡ്രോൺ വരുണയ്ക്ക് ഉണ്ട്. ഓക്കെ, ഇനി പൈലറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന വരുണയിൽ ഒരാൾക്ക് സഞ്ചരിക്കാം. നാവികസേന പുതിയ പതാക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ. അതായത് പൈലറ്റ് ഇല്ലാതെ വരുണയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് സഞ്ചരിക്കാം. കാരണം ഡ്രോൺ എന്താണ്, ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഡ്രോണിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലവിൽ ഒരാൾക്ക് അതിൻ്റെ അകത്ത് സഞ്ചരിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു 130 കിലോഗ്രാം ഭാരം വഹിക്കാൻ പറ്റും. 25 കിലോമീറ്റർ ആണ് ഈ ഒരു ഡ്രോണിന്റെ സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത്. നാവികസേനയുടെ പുതിയ പതാക പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തത് 2000 സെപ്റ്റംബർ 2-നാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. INS വിക്രാന്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ശരിക്കും ഈ ഒരു പതാക നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോ നാവികസേനയുടെ പതാക INS വിക്രാന്തിന്റെ ഉദ്ഘാടന വേളയിലാണ് പുതിയ പതാക അനാച്ഛാദനം ചെയ്തത്. വെളുത്ത പശ്ചാത്തലത്തിലുള്ള പുതിയ പതാകയിൽ ഛത്രപതി ശിവജിയുടെ മുദ്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഘടകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വെളുത്ത പശ്ചാത്തലത്തിലുള്ള പുതിയ പതാകയിൽ എന്താണ്, ഛത്രപതി ശിവജിയുടെ മുദ്രയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഘടകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി പുതിയ പതാകയുടെ ഇടതുവശത്ത് മുകളിലായി ഇന്ത്യൻ ദേശീയ പതാകയും വലതുവശത്ത് നീല അഷ്ടഭുജിയിലുള്ള ചിഹ്നത്തിലുള്ള നങ്കൂര ചിഹ്നവും അതിനു മുകളിലായി ദേശീയ ചിഹ്നവുമുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ പതാകയുടെ ഇടതുവശത്ത് മുകളിലായി ഇന്ത്യൻ ദേശീയ പതാകയും വലതുഭാഗത്ത് നീല അഷ്ടഭുജിയിലുള്ള ചിഹ്നത്തിനുള്ള നങ്കൂര ചിഹ്നവും അതിനു മുകളിലായി ദേശീയ ചിഹ്നവുമുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഷാനോ വരുണ എന്ന ദേവനാഗരി ലിപിയിൽ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷാനോ വരുണ എന്നതാണ് ദേവനാഗരി ലിപിയിൽ അതിൻ്റെ അകത്ത് നിലവിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് INS ജഡായു. 2024 മാർച്ചിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് INS ജഡായു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ INS ജഡായു എന്താണ്, 2024 ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ ഏറ്റവും പുതിയ നാവിക താവളമാണ് INS ജഡായു. ലക്ഷദ്വീപിലെ ഇന്ത്യൻ നേവിയുടെ രണ്ടാമത്തെ നാവിക താവളമാണ് INS ജഡായു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലക്ഷദ്വീപിലെ ഇന്ത്യൻ നേവിയുടെ രണ്ടാമത്തെ നാവിക താവളമാണ് എന്തെന്ന് പറയുന്നത്, INS ജഡായു എന്ന് പറയുന്നത്. ഇനി സംയുക്ത നാവിക അഭ്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ US ആണ് സീ ഡിഫൻഡേഴ്സ് 2024. അപ്പോൾ സംയുക്ത നാവിക അഭ്യാസങ്ങൾ ഇത് എപ്പോഴും PSCക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ. സംയുക്ത നാവിക അഭ്യാസങ്ങൾ ഏത് രാജ്യങ്ങൾക്ക് തമ്മിലാണ് നടക്കുന്നത് എന്നുള്ളത് അത് എന്നും PSC പ്രിയപ്പെട്ടതാണ്, PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യ US ആ ഒരു നാവിക അഭ്യാസത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സീ ഡിഫൻഡേഴ്സ് 2024. സീ ഡിഫൻഡേഴ്സ് 2024. ഇന്ത്യ ഇന്തോനേഷ്യ ആണ് സമുദ്രശക്തി 2023. അടുത്തത് ഇന്ത്യ ഫ്രാൻസ് ലാപെറൂസ് 2023. അടുത്തത് ഇന്ത്യ ബ്രിട്ടൻ ആണ്, അതാണ് കൊങ്കൺ 2023. ഇന്ത്യ മാലദ്വീപ് അതാണ് ഏകത 2023. ഇനി ചൈന റഷ്യ ഇറാൻ അതാണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023. അപ്പോൾ ഇത്രയാണ് സംയുക്ത നാവിക അഭ്യാസങ്ങൾ. എപ്പോഴും ചോദിക്കാറുണ്ട്, മക്കളെ ഓർത്തു വെച്ചോ. ഒരു മാർക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരെണ്ണം വരാം. അപ്പോൾ ഇന്ത്യ US ആണ് സീ ഡിഫൻഡേഴ്സ് 2024. ഇന്ത്യ ഇന്തോനേഷ്യ സമുദ്രശക്തി 2023.
ഇന്ത്യ ഫ്രാൻസ് ലാ പെറൂസ് 2023, ഇന്ത്യ ബ്രിട്ടൻ കൊങ്കൺ 2023, ഇന്ത്യ മാലദ്വീപ് ഏകത 2023, ചൈന റഷ്യ ഇറാൻ മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ഡൽഹി കണ്ടോൺമെന്റിൽ നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമാണ് നൗസേന ഭവൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ, ഒരു മാർക്ക് നമുക്ക് വാങ്ങാം. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ഡൽഹി കണ്ടോൺമെന്റിൽ നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് നൗസേന ഭവൻ. നൗസേന ഭവൻ എന്ന് പറയുന്നത്. അപ്പോൾ നൗസേന ഭവൻ എന്നുള്ളത് ഓർത്തു വച്ചോ. എന്താ? 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ഡൽഹി കണ്ടോൺമെന്റിൽ നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം. ഇനി നമുക്ക് വിവര സാങ്കേതിക മേഖലയിലേക്ക് പോകാം. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സംഭവമാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. എന്താണ് ചാറ്റ് GPT എന്നുള്ളതും അതിൻ്റെ സവിശേഷതകളിലേക്കും നമുക്ക് പോകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഉപഭോക്താക്കളോട് സംഭാഷണ രൂപത്തിൽ നേരിട്ട് ആശയവിനിമയം നടത്തുന്ന ഒരു ചാറ്റ് ബോട്ടാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ചാറ്റ് GPT എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI കടന്നു കയറ്റമാണ്. AI ഇല്ലാത്ത മൊബൈൽസ് ഇല്ല. AI ആണ് ഇപ്പോൾ വാട്സപ്പിൽ വരെയും എന്താണ് AI ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് AI അത്രത്തോളം എന്താണ് ഈ നമ്മുടെ ജീവിതവുമായി ഇടപഴകി മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഉപഭോക്താക്കളോട് സംഭാഷണ രൂപത്തിൽ നേരിട്ട് ആശയവിനിമയം നടത്തുന്ന ഒരു ചാറ്റ് ബോട്ടാണ് എന്തെന്ന് പറയുന്നത്, ചാറ്റ് GPT എന്ന് പറയുന്നത്. മനുഷ്യ ഭാഷ മനസ്സിലാക്കാനും വിവിധ ഭാഷകളിൽ നമ്മളോട് സംവാദിക്കാനും ചാറ്റ് GPTക്ക് കഴിയും. എലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള OpenAI എന്ന കമ്പനിയാണ് ചാറ്റ് GPTയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പറഞ്ഞാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഇലോൺ മസ്കും ഇലോൺ മസ്കിന്റെ സ്വപ്നങ്ങളും ഇലോൺ മസ്കിന്റെ ആഗ്രഹങ്ങളും എന്താണെന്നുള്ളത്. അപ്പോൾ അത്രത്തോളം എന്താണ് ആ ഒരു ലെവലിലുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ ആ ഒരു എന്താണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ചാറ്റ് GPT ഒരിക്കലും എന്താകത്തില്ല, മോശമാവത്തില്ല. ഓക്കെ, ചാറ്റ് GPTയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ ആണ്. ചോദിക്കാൻ വേണമെങ്കിൽ ചാറ്റ് GPTയുടെ സൃഷ്ടാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സാം ഓൾട്ട്മാൻ ആണ്. ചാറ്റ് GPTയിൽ GPT എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നതാണ് ചാറ്റ് GPTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാറ്റ് GPTയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ്? അതാണ് എന്ത്? ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ചാറ്റ് GPT പുറത്തിറക്കിയ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2022 നവംബർ 30 OpenAIയുടെ പുതിയ സിനിമയാണ് മീറ മുറാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ മീറ മുറാട്ടി OpenAIയുടെ ഏറ്റവും പുതിയ സിനിമയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്, മിറ മുറാട്ടി. ചോദിക്കാൻ വേണമെങ്കിൽ ഇനി GPT 3.5 എന്ന ഭാഷാ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് ചാറ്റ് GPTയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ചാറ്റ് GPT സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയ ആദ്യ സെർച്ച് എഞ്ചിൻ ഏതാന്ന് ചോദിച്ചാൽ അത് ബിങ്ങും, ആദ്യ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചാൽ അത് എഡ്ജുമാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. ചാറ്റ് GPT സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയ ആദ്യ സെർച്ച് എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഏതാ? അത് ബിങ് ആണ്. എന്നാൽ ഈ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചാൽ ചാറ്റ് GPT ഏതാണ്? അത് നമ്മുടെ എന്താണ് വെബ് ബ്രൗസർ ആയിട്ടുള്ള ബിങ്ങും എഡ്ജും ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാത്ത ഒരു കാലത്തെ കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പൊതു സ്വകാര്യ മേഖലകളിൽ നിർമ്മിത ബുദ്ധി പ്രോത്സാഹിപ്പിക്കാനും അനുകൂല ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഇന്ത്യ AI മിഷൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പൊതു സ്വകാര്യ മേഖലകളിൽ നിർമ്മിത ബുദ്ധി പ്രോത്സാഹിപ്പിക്കാനും അനുകൂല ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് ഇന്ത്യ AI മിഷൻ. സമൂഹ മാധ്യമമായ എക്സൽ പ്രത്യക്ഷപ്പെട്ട ബംഗാളിലെ CPIM പ്രചരണത്തിനുള്ള നിർമ്മിത ബുദ്ധി അവതാരികയാണ് സമാന്ത എന്ന് പറയുന്നത്. 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിന് പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈക്രോസോഫ്റ്റ് ആണ്. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാന്ന് ചോദിച്ചാൽ അത് ഐറിസ് ആണ്. ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോ കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഐറിസ് ആണ്. കേന്ദ്ര നീതി ആയോഗ പദ്ധതി അടൽ തിങ്കറിംഗ് ലാബിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിർമ്മിത ബുദ്ധി അധ്യാപികയെ നിയമിച്ചത്. ഇനി കല്ലമ്പലം കടുവായിൽ KTCT സ്കൂളാണ് അധ്യാപന മേഖലയിൽ നിർമ്മിത ബുദ്ധി അധ്യാപക എന്ന ആശയം നടപ്പിലാക്കി ഇരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നൽകിയിരിക്കുന്ന പേരാണ് ദേവിക എന്നുള്ളത്. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന പേരെന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയ എഞ്ചിനീയറിംഗ് നൽകിയിരിക്കുന്ന പേരാണ് ദേവിക. ഓക്കെ, ഇനി വികസിപ്പിച്ചത് അത് VH മുഹീദ് തൃശൂർ സ്വദേശിയാണ്. പൊതുജന പരാതികൾ പരിഹരിക്കാൻ AI ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഗോവയാണ്. അപ്പൊ പൊതുജന പരാതികൾ പരിഹരിക്കാൻ AI ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് മക്കളെ? ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക ചോദിച്ചെങ്ങനെയാണോ? പ്രാദേശിക വാർത്ത AI വാർത്താ അവതാരിക ആരാന്ന് ചോദിച്ചാൽ അത് ലിസയാണ്. വാർത്താ ചാനലായ ഒഡീഷ TVയിലാണ് ലിസയെ ആദ്യമായി അവതരിപ്പിച്ചത്. അപ്പോൾ ഒഡീഷ TV ആണ് ആദ്യമായിട്ട് എന്ത് കൊണ്ടുവന്നത്? നമ്മുടെ ലിസ എന്ന് പറയുന്ന വാർത്താ അവതാരികയെ കൊണ്ടുവന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാണ് നമ്മുടെ ലിസ. ഇനി മലയാളി ടെലിവിഷനിലെ ആദ്യത്തെ AI അവതാരികയാണ് ഇവാൻ എന്ന് പറയുന്നത്. ഇവാൻ. ഓക്കെ, അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ടെലിവിഷൻ അവതാരിക AI അവതാരിക ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI അവതാരിക ആരാണ്? AI അവതാരിക അതാണ് ഇവാൻ എന്ന് പറയുന്നത്. മീഡിയ വൺ ചാനലിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഇവാൻ പ്രത്യക്ഷപ്പെട്ടത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ AI അവതാരിക ആരാന്ന് ചോദിച്ചാൽ സൗന്ദര്യാണ്. AI അവതാരിക സൗന്ദര്യാണ് കേട്ടോ. അപ്പോൾ സൗന്ദര്യാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ AI അവതാരിക എന്ന് പറയുന്നത്. സൗന്ദര്യ പവർ TV കർണാടകയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ AI തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഹൈദരാബാദ് ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ AI തലസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞതാണ്. തെലങ്കാനയും ആന്ധ്രാപ്രദേശൊക്കെ പഠിച്ചപ്പോൾ ഹൈദരാബാദും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു പോയതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI ലോക അദാലത്ത് വന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ലോകത്തിലെ AI റോബോട്ടിക് CEO ആരാന്ന് ചോദിച്ചാൽ അത് മിക്ക എന്ന് പറയുന്നതാണ്. ലോകത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് CEO ആണ് മിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അതായത് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നൽകിയിരിക്കുന്ന പേരാണ് ദേവിക എന്ന് പറയുന്നത്. വികസിപ്പിച്ചത് തൃശ്ശൂർ സ്വദേശിയാണ് VH മുഹീദ്. പൊതുജന പരാതി പരിഹരിക്കാൻ AI ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക അവതാരികയാണ് നമ്മുടെ ലിസ എന്ന് പറയുന്നത്. അവതരിപ്പിച്ചത് ഏത് ചാനലാ? ഒഡീഷ ചാനലാണ്. ഒഡീഷ TV ആണ് ഇത് ലിസയെ അവതരിപ്പിച്ചത്. മലയാളി ടെലിവിഷനിലെ ആദ്യ AI അവതാരിക ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇവാൻ എന്ന് പറയുന്നത്. ഇവാൻ എന്ന് പറയുന്നതിനെ അവതാരികയെ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മീഡിയ വൺ ചാനലാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ AI അവതാരികയാണ് സൗന്ദര്യ. അത് പവർ TV കർണാടകയാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ AI തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഹൈദരാബാദ് ആണ്. ഇന്ത്യയിലെ AI തലസ്ഥാനം ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യ AI ലോക അദാലത്ത് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാൻ സംസ്ഥാനത്താണ് നടന്നത്. ലോകത്തിലെ ആദ്യ AI റോബോട്ടിക് CEO ആണ് മിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് 5G ഇന്ത്യയിലേക്ക് പോവാം. കാരണം ഇന്ന് എല്ലാവരുടെയും കയ്യിലുണ്ട് 5G മൊബൈൽസ് ആൻഡ് 5G സിം എന്ന് പറയുന്നത്.
5G ഇല്ലാതെ മുന്നോട്ടേക്കുള്ള ഒരു കാലത്തെക്കുറിച്ച് ഇനി നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം എന്താണ് ഓരോ വ്യക്തിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നെറ്റും അതേപോലെ തന്നെ മൊബൈൽസും ആണ്. അതില്ലാതെ മുന്നോട്ടേക്കുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഓരോ ആളുകളും മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫുഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് വേണം? നെറ്റ് വേണം എന്ന കൺസെപ്റ്റിലേക്ക് ആളുകൾ മാറിയിരിക്കുകയാണ്. 5G സേവനങ്ങൾക്ക് ഇന്ത്യയിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2022 ഒക്ടോബർ 1-നാണ്. ഇന്ത്യയിൽ 5G ആരംഭിച്ച ആദ്യ കമ്പനി ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഭാരതി എയർടെൽ എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായി കൊച്ചി, ഗുരുവായൂർ പ്രദേശങ്ങളിലാണ് 5G ആരംഭിച്ചത്. നടപ്പാക്കിയത് 2022 ഡിസംബർ 20-നാണ്. കേരളത്തിൽ 5G സേവനം ലഭ്യമാക്കിയ ആദ്യ കമ്പനി ഏതാന്ന് ചോദിച്ചാൽ കേരളത്തിലാണെങ്കിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതി അതായത് ഇന്ത്യയിൽ ചോദിച്ചാൽ ഭാരതി എയർടെലും കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജിയോയുമാണ്. ഓക്കെ, കേരളത്തിൽ 5G സംവിധാനം ലഭ്യമാക്കിയ കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിലയൻസ് ആണ്. ഓക്കെ, സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കാൻ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫാറോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബാറോസ്. ബാറോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് മദ്രാസ് IIT ആണ്. ആരും തന്നെ അത് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും അറിയാത്തത്. നമ്മളെല്ലാവരും ഒന്നുകിൽ ആപ്പിളിന്റെ iOS ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആൻഡ്രോയിഡിന്റെ 16, 17 പതിപ്പുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഗൂഗിളിലേക്ക് പോവാം. ഗൂഗിളിന്റെ ജിമെയിലിനെ ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പുതിയ സംവിധാനത്തിന്റെ പേരായിരുന്നു എക്സ്മെയിൽ എന്ന്. നമുക്കറിയാം, ഇലോൺ മസ്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു ദിവസം ചരിത്രം സൃഷ്ടിച്ചവൻ എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോടീശ്വരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്കിന്റെ കെയർ ഓഫിൽ വരുന്ന കമ്പനീസ് ആയിരുന്നു അന്ന് ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? സ്പേസ് എക്സ്, അതേപോലെ തന്നെ ടെസ്ല, അതേപോലെ തന്നെ അങ്ങനെയുള്ള കമ്പനികളൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലോൺ മസ്കിന്റെ ആയിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ എക്സ് എന്ന് പറയുന്ന ലെറ്ററിനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ 2023 സെപ്റ്റംബർ 25 വാർഷികം ആഘോഷിച്ച മൾട്ടിനാഷണൽ കമ്പനി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ഗൂഗിൾ ആണ്. ഓക്കെ, അപ്പൊ 2023 സെപ്റ്റംബർ 25 വാർഷികം ആഘോഷിച്ച മൾട്ടിനാഷണൽ കമ്പനിയാണ് ഗൂഗിള്. രാജ്യത്തെ ചെറുനഗരങ്ങളിൽ 10,000 സ്റ്റാർട്ടപ്പുകൾ പിന്തുണയേകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഗൂഗിൾ സ്റ്റാർട്ടപ്പ് സ്കൂൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ രാജ്യത്തെ ചെറുനഗരങ്ങളിൽ 10,000 സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണയേകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഗൂഗിൾ സ്റ്റാർട്ടപ്പ് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗൂഗിൾ പുറത്തിറക്കിയ ഷോർട്ട് വീഡിയോ സന്ദേശ സേവനമായിരുന്നു ത്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രെഡിറ്റ് താഴെ പറയുന്നവയിൽ ഏത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗൂഗിളുമായി ബന്ധപ്പെട്ടതാണ് ത്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഗൂഗിൾ പുറത്തിറക്കിയ ഷോർട്ട് വീഡിയോ സന്ദേശ സേവനത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ത്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഫയൽ ഷെയറിങ്ങിനായി ഗൂഗിൾ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ, നമ്മുടെ എല്ലാവരുടെയും ആൻഡ്രോയിഡ് മൊബൈൽസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാം കാണാൻ പറ്റും. എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫയൽ ഷെയറിങ്ങിനായിട്ട് നമ്മുടെ മൊബൈലിൽ ആരംഭിച്ച ഒരു ആപ്ലിക്കേഷനാണ് നിയർ ബൈ ഷെയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഭയങ്കര ഹൈ സ്പീഡിൽ മൊബൈൽ വഴി നമുക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നമുക്ക് നേരത്തെ ഒക്കെ ഷെയർ മീ അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനത്തെ പോലത്തെ ഒരു സംവിധാനമാണ് ഈ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് നിയർ ബൈ ഷെയർ എന്ന് പറയുന്നത്. പക്ഷെ അത് കുറച്ചുകൂടിയും സെക്യൂരിറ്റി ഉണ്ട് എന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും ഹൈ സ്പീഡിൽ. ഓക്കെ, ഇനി ഗൂഗിൾ നിക്ഷേപം നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ടെലികോം കമ്പനിയാണ് എയർടെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയർടെല്ലിലാണ് ഗൂഗിൾ നിക്ഷേപം നടത്തുന്ന രണ്ടാമത്തെ ടെലികോം കമ്പനി. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഉടമസ്ഥാവകാശം വേർപ്പെടുത്തിയ ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനിയാണ് ഫോൺ പേ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ഫോണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാവരുടെയും കാണുന്ന ഒരു വയലറ്റ് കളറിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഫോൺ പേ. അപ്പോൾ ഫോൺ പേ, ഗൂഗിൾ പേ, അതേപോലെ തന്നെ ഈ പറയുന്ന പേടിഎം, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അതായത് മൊബൈൽ വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന. അല്ലാതെ പിന്നെ നമുക്കറിയാം SBIയുടെ യോനോ, അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ ഫെഡ്നെറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്?
ഇന്ന് ഡിജിറ്റൽ പേയ്മെന്റ് എന്നുള്ള ലെവലിലേക്ക് മാറി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2024 യൂറോപ്യൻ കമ്മീഷൻ 180 കോടി യൂറോ പിഴയിട്ട കമ്പനിയാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ആപ്പിളിനെ സംബന്ധിച്ചോളം ഈ 2024 യൂറോപ്യൻ കമ്മീഷൻ 180 കോടി യൂറോ പിഴ ഇട്ട് കഴിഞ്ഞാലും എന്താണ്, അടുത്തൊരു സീരീസ് വരുമ്പോൾ അവരെന്ത് ചെയ്യും, അതെല്ലാം പിടിച്ചെടുക്കും. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആപ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ആണെങ്കിൽ വന്നിരിക്കുന്നതാണ് ആപ്പിൾ 15 പ്രോ മാക്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇനി അടുത്തത് എല്ലാ പ്രാവശ്യവും ഒക്ടോബർ അല്ലെങ്കിൽ ഡിസംബറിലേക്കാണ് അവരുടെ എല്ലാ പ്രാവശ്യവും വരാറുള്ളത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അടുത്ത സീരീസ്. അപ്പോൾ അങ്ങനെ പുതിയ സീരീസ് ആപ്പിൾ 16 ആണ് അടുത്ത് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഫോണിലൂടെയും വാട്സാപ്പിലൂടെയുമുള്ള സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ചഷു എന്ന് പറയുന്നത്. അപ്പൊ ചഷു എന്ന് പറയുന്നത് എന്താ, ഫോണിലൂടെയും വാട്സപ്പിലൂടെയും എന്താണ് സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ചഷു. GPS ബദലായി ഇന്ത്യൻ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക് ചിപ്പ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ല, എല്ലാവരും യൂസ് ചെയ്യുന്നതും ട്രസ്റ്റ് ചെയ്യുന്നതും ഏതിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതിനെയാണ്, നമ്മുടെ ഈ പറയുന്ന എന്താണ് ഇന്ത്യയുടെ തന്നെ അല്ലാത്ത എന്താണ് അമേരിക്കയുടെ ആയിട്ടുള്ള US-ന്റെ ആണ് GPS എന്ന് പറയുന്നത്. അതാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാറില്ല, എല്ലാം അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, ഇനി ട്വിറ്റർ നൗ എക്സ്. ഓക്കെ, അതായത് ട്വിറ്റർ ഇപ്പോൾ അറിയപ്പെടുന്നതാണ് എക്സ് എന്ന പേരിൽ. സാമൂഹ്യ മാധ്യമമായ ട്വിറ്ററിന്റെ പുതിയ പേരാണ് എക്സ് എന്ന് പറയുന്നത്. ട്വിറ്ററിന്റെ പുതിയ ലോഗോ കറുത്ത പശ്ചാത്തലത്തിലുള്ള വെളുത്ത നിറത്തിൽ എക്സ് എഴുതിയിരിക്കുന്നു. അതാണ് പുതിയ ലോഗോ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ആദ്യമായിട്ട് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ലോക കോടീശ്വരൻ അദ്ദേഹം എന്ത് ചെയ്തു, ട്വിറ്റ് ചെയ്തപ്പോൾ ആരോ എന്ത് കമന്റ് അടിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹം എന്ത് മാറ്റുകയാണ്, ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ഒരു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്, ട്വിറ്ററിനെ അങ്ങ് വിലക്കെടുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഡായിട്ടുള്ള എക്സ്, അതായത് കറുത്ത പ്രതലത്തിൽ എക്സ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, എക്സ് എന്ന് എന്താണ് ലെറ്ററിലാണ് അതിൻ്റെ പശ്ചാത്തലം. എക്സ് എന്ന ലെറ്റർ വൈറ്റ് പ്രതലത്തിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ലോഗോ തന്നെ മാറ്റി. ഓക്കെ, അപ്പൊ പണ്ട് എന്തായിരുന്നു ഈ പറയുന്ന ട്വിറ്ററിന്റെ ലോഗോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീല കളറിൽ പശ്ചാത്തലത്തിൽ ഒരു വെള്ളക്കിളി പറക്കുന്നതായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ നീലക്കിളിയുടെ ചിഹ്നം മാറ്റി നീലക്കിളി എന്ത് ചെയ്തു, വെള്ളപ്രതലത്തിൽ പറക്കുന്നതായിരുന്നു ട്വിറ്ററിന്റെ. അതങ്ങ് എന്ത് ചെയ്തു, മാറ്റിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ ട്വിറ്റർ എന്നറിയപ്പെടുന്ന ആപ്പിലെ പോസ്റ്ററുകൾ ഇനി മുതൽ അറിയപ്പെടുന്നത് എക്സ് ആണ്. പണ്ട് നമുക്കറിയാം ട്വിറ്റ് ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി മുതൽ എക്സ് ചെയ്തു എന്നാണ് അറിയുന്നത്. ഓക്കെ, ഇനി എക്സ് പുതിയ CEO ലിൻഡ യക്കാരിയോ ആണ്. ഓക്കെ, അപ്പോൾ ട്വിറ്റർ എന്ന് പറയുന്നത് എക്സ് ആയി മാറി. അപ്പോൾ എക്സിന്റെ പുതിയ CEO ആരാന്ന് ചോദിച്ചാൽ അത് ലിൻഡ യക്കാരിയോ ആണ്. ട്വിറ്ററിന് ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയ ശതകോടീശ്വരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലോൺ മസ്ക് ആണ്. അപ്പൊ ഇനി മുതൽ ആരാണ് ട്വിറ്റർ എന്ന് പറയുന്ന ട്വിറ്ററിന്റെ ആള് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്, ഇലോൺ മസ്ക് ആണ് അതിന്റെ ഉടമ എന്ന് പറയുന്നത്. എൻ്റെ ഭൂമി, കേരളത്തിലെ ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പോർട്ടലാണ് എൻ്റെ ഭൂമി എന്ന് പറയുന്നത്. നല്ല കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ ഡിജിറ്റൽ ഭൂ സർവേക്ക് വേണ്ടി റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പോർട്ടലിന്റെ പേരാണ് എൻ്റെ ഭൂമി. ഭാഗ്യചിഹ്നം സർവേ പപ്പു എന്ന ആനക്കുട്ടിയാണ്. ആത്മനിർഭർ ഭാരത് നിർമ്മാൺ അഭിയാന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ഇനി ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എപ്പോഴും ചോദിക്കാറുണ്ട് ആത്മനിർമ്മാണിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളും ബാക്കി സംഭവങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ നിലവിലുള്ള മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസുകൾ സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ്. ഓക്കെ, അപ്പോൾ PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ് ആണ് ഇന്ത്യയിൽ നിലവിലുള്ള മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസുകൾ സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് ചോദിച്ചാൽ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ്. അടുത്തത് ഖാദി അഗർബത്തി ആത്മനിർഭർ മിഷൻ എന്ന് പറയുന്നത്, അതായത് അഗർബത്തി നിർമ്മാണ മേഖലയിലെ ശാക്തീകരണത്തിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഖാദി അഗർബത്തി ആത്മനിർഭർ മിഷൻ. ഇനി
പ്രതിരോധ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ആത്മ നിർഭർ ഭാരത് സപ്താഹ്. ഓക്കെ, അപ്പൊ ആത്മ എന്താണ് ആത്മ നിർഭർ ഭാരത് സപ്താഹ്. ആത്മ നിർഭർ ഭാരത് സപ്താഹ് ആണ് പ്രതിരോധ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ, 1 മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. കാരണം ആത്മ നിർഭർ ഭാരത് സപ്താഹ്. ഇനി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും അതേപോലെ തന്നെ സംരംഭത്തിനും ഗതാഗതത്തിനും സംവരണത്തിനും 50% സബ്സിഡിയിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതി. ഓക്കെ, അപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സംരംഭത്തിനും ഗതാഗതത്തിനും സംവരണത്തിനും 50% സബ്സിഡിയിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ടോപ്പ് ടു ടോട്ടൽ. വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് മനോദർപ്പൺ. ഓക്കെ, മനോദർപ്പൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ, മനോദർപ്പൺ. ഓക്കെ, അപ്പൊ മനോദർപ്പൺ എന്ന് പറയുന്നത് എന്താണ്? വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ ഉറപ്പു ആക്കുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് മനോദർപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ്, ഖാദി അഗർബത്തി ആത്മനിർഭർ മിഷൻ, ആത്മനിർഭർ ഭാരത് സപ്താഹ്, ടോപ്പ് ടു ഡീല്, മനോദർപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ട് നിർഭർ ഭാരതുമായി ബന്ധപ്പെട്ട്. നമുക്കിനി ആദിത്യ L1ലേക്ക് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. വിക്ഷേപിച്ചത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2023 സെപ്റ്റംബർ 2 ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായിട്ടുള്ള ആദിത്യ L1 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. PSLV C-57 ആണ്. പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് നിഗർ ഷാജി ആണ്. ഓക്കെ, അപ്പോൾ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? നിഗർ ഷാജി ആണ്. പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് നിഗർ ഷാജി ആണ്. നിഗർ ഷാജി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ SR ബിജു ആണ്. SR ബിജു. ഓൺബോർഡ് പ്രൊപ്പഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്ത് പേടകം എത്തുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള എന്താണ് സൗരഭൗമ ലഗ്യാൻ പോയിന്റ് L1 ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം. എന്താണ്? അതായത് ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പേടകം എത്തുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള എന്താണ് ഭൗമ സൗര ലഗ്യാൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഭൗമ സൗര അതായത് സൗരഭൗമ ലഗ്യാൻ പോയിന്റ് L1 ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് 2024 ജനുവരി 6. ഇമ്പോർട്ടൻ്റ് ആണ്, 2024 ജനുവരി 6. 7 പേലോഡുകൾ. ഇനി വിസിബിൾ എ മിഷൻ ലൈൻ ക്രോണോഗ്രാഫ് VELC സൂര്യന്റെ ഭാഗ്യവലയമായ ക്രോണയെ കുറിച്ച് പഠിക്കുന്നു. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് ആണ് SUIT. സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണങ്ങൾ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. എന്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആദിത്യ L1 കുറിച്ചാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് എന്തെന്ന് പറയുന്നത്? ആദിത്യ L1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യം എന്ന് പറയുന്നത്. ഈ സൗര ദൗത്യത്തിന്റെ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ലഗ്യാൻ. ഓക്കെ, സൗരഭൗമ ലഗ്യാൻ എന്ത് ചെയ്യുന്നു? ഭേദിച്ചാണ് എന്ത് ചെയ്യുക?
പോയിന്റ് ചുറ്റുമുള്ള ഹാലോ ഭ്രമണത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. ഇനി 7 പേലോഡുകളാണ് ഇതിൻ്റെ അകത്ത്. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ വിസിബിൾ എ മിഷൻ ലൈൻ ക്രോണോഗ്രാഫ്, അതായത് VLC. ഓക്കെ, VELC. അതായത് എന്താണ് VELC? അതായത് സൂര്യന്റെ ബാഹ്യവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നു. അടുത്തതാണ് എന്തെന്ന് പറയുന്നത് സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, അതായത് സൂട്ട്. സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണത്തെ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, അതായത് അസ്പെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് എന്താണ്? ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ആണ് അസ്പെക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, അതാണ് പാപ്പ എന്ന് പറയുന്നത്. പാപ്പ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, പാപ്പ. സൗരവാതകങ്ങളെ കുറിച്ച് പഠിക്കുന്നു. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, അതായത് സോളോ ലെക്സസ്. ഹൈ എനർജി L1 ഓർബിറ്റ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അടുത്തതാണ് എന്തെന്ന് പറയുന്നത് മാഗ്നോമീറ്റർ, അതായത് സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ച് പഠിക്കുന്നതാണ് മാഗ്നോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും അങ്ങ് പഠിച്ചു പോയാൽ മതി. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 വിക്ഷേപണ വാഹനം ഇമ്പോർട്ടൻ്റ് ആണ്, PSLV C-57 ആണ്. പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി. മിഷൻ ഡയറക്ടറാണ് SR ബിജു. ഓൺ ബോർഡ് പ്രൊപ്പഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് പുറത്ത് പേടകം എത്തുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ലഗ്യാൻ പോയിന്റ് L1 ചുറ്റുമുള്ള ഹാലോ ഭ്രമണത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് പദ്ധതി. ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് 2024 ജനുവരി 6 7 പേലോഡുകളും അതെന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. VELC, SUIT, ASPEX, PAPA, SOLEXS, ഹെലിയോസ്, L1 ആൻഡ് മാഗ്നോമീറ്റർ എന്ന് പറയുന്നത്. അത്രയാണ് നമുക്ക് അതിൻ്റെ പഠിക്കാനുള്ളൂ. നമുക്ക് നേരെ ചന്ദ്രയാൻ 3 കുറിച്ച് പഠിക്കാം. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. വിക്ഷേപണ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനമാണ് LMV M4. ഓക്കെ, LM3 M4 എന്ന് പറയുന്നതാണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. LV ആണ് കേട്ടോ, LV M3 എന്നതാണ്. LV M3 എന്നതാണ് ഏതെന്ന് പറയുന്നത് LV M3. ഓക്കെ, LV M3 ആണ്. ജൂലൈ 14 വിക്ഷേപണം. ശ്രീഹരിക്കോട്ട വിക്ഷേപണ വാഹനമാണ്. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ഓക്കെ, ഇനി അടുത്തത് പ്രൊജക്ട് ഡയറക്ടർ ആണ് P വീരമുത്തുവേൽ ആണ് എന്തെന്ന് പറയുന്നത് പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് P വീരമുത്തുവേൽ എന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ P വീരമുത്തുവേൽ. മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹനകുമാർ ആണ്. ഓക്കെ, അപ്പോ മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ മോഹനകുമാർ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിൽ എത്തിയത് 2023 ഓഗസ്റ്റ് 5. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറിൽ ഇറങ്ങിയ സ്ഥലമാണ് ശിവശക്തി പോയിന്റ്. കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചാണ് ശിവശക്തി പോയിന്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ മക്കളെ, 1 മാർക്ക് അവിടെ വീഴും. ചന്ദ്രയാൻ 2 ലാൻഡർ തകർന്നു വീണ സ്ഥലമാണ് തിരങ്ക. ഓർത്തു വച്ചോ, തിരങ്ക ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു ചാന്ദ്ര ഉപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായി പേടകം ലാൻഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ചന്ദ്ര ഉപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ചന്ദ്രനിലെ താപനില വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന പേലോഡാണ്
ചാസ്തെ, അതായത് ചാന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകും തോറും താപനില കുറയുന്നു. ദേശീയ ബഹിരാകാശ ദിനം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്നത്. ഇനി ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത്രയാണ് ചന്ദ്രയാൻ 3 കുറിച്ച് പഠിക്കാനുള്ളൂ. എന്താണ് ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേഷണം എന്ന് പറയുന്നതാണ് ചന്ദ്രയാൻ 3. പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ പി വീരമുത്തുവേലാണ്. മിഷൻ ഡയറക്ടർ മോഹനകുമാർ ആണ്. ചന്ദ്രൻ 3ന്റെ ചന്ദ്രധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3ന്റെ ഭ്രമണപഥത്തിലെത്തിയത് 2021 ഓഗസ്റ്റ് 5. ഇനി ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലമാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ലാൻഡർ തകർന്നു വീണ സ്ഥലമാണ് തിരങ്ക എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ചാന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായി പേടകം ലാൻഡ് ചെയ്യിപ്പിക്കുക, ചാന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം, ചാന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക, ചന്ദ്രനിലെ താപനില വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്ന പേലോഡാണ് ചാസ്ത എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും താപനില കുറയുന്നു. ദേശീയ ബഹിരാകാശ ദിനം നമ്മൾ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ. എന്നാണ് ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ അടുത്തതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കെ ഫോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്റർനെറ്റ് പ്രായമായവരും അല്ലാത്തവരും എന്ന അന്തരമില്ലാതാക്കുന്നതിനും ഈ ഗവേണൽ സാർവത്രികമാക്കുന്നതിനും സംസ്ഥാനത്തുടനീളം സർക്കാർ സ്ഥാപനങ്ങളിലും വീടുകൾക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വിഭാവനം ചെയ്തിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിക്ക് പറയുന്ന പേരാണ് കെ ഫോൺ അല്ലെങ്കിൽ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കെ ഫോൺ എന്ന് പറയുന്നത് എല്ലാവരിലേക്കും ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് കെ ഫോൺ. അതിന്റെ ഫുൾ ഫോം ആണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എല്ലാവരിലേക്കും എത്തുക, അതാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം. കെ ഫോൺ ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5. രാജ്യത്തെ സർക്കാർ ഉടമസ്ഥയിലുള്ള ആദ്യത്തെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത്. രാജ്യത്തെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എന്താണ് ആദ്യത്തെ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് കെ ഫോൺ. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി കെ ഫോൺ. KSBയും KSITIAL ചേർന്നാണ് കെ ഫോൺ നടപ്പാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അതാണ് കേരളം. ഇനി കേരളം പ്രഖ്യാപിച്ച് 2023 മെയ് 5 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അതാണ് കേരളം എന്ന് പറഞ്ഞത്. പ്രഖ്യാപിച്ചത് 2023 മെയ് 25. സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും പ്രയോജനപ്പെടുത്തി സർക്കാർ സേവനങ്ങൾ മുഴുവൻ എന്നതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് പ്രായമായവരും അല്ലാത്തവരും എന്ന അന്തരമില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവേണൽ സാർവത്രികമാക്കുന്നതിനും സംസ്ഥാനത്തുടനീളം സർക്കാർ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുമായി വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് കെ ഫോൺ. ഫുൾ ഫോം ആണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. എല്ലാവരിലേക്കും ഇന്റർനെറ്റ് എത്തിക്കുക. ഉദ്ഘാടനം ചെയ്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 2023 ജൂൺ 5 ഉദ്ഘാടനം ചെയ്തത്. ഇനി അടുത്തത് EOS 04 എന്താണ്? കൃഷി, വനം, തോട്ടങ്ങൾ, മണ്ണിന്റെ ഈർപ്പം, ജലശാസ്ത്രം, വെള്ളപ്പൊക്ക മാപ്പിംഗ് തുടങ്ങിയ ആപ്ലിക്കേഷൻ എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന നിലവാരത്തിലുള്ള ചിത്രങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് EOS 04 എന്ന് പറയുന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. കൃഷി, അതേപോലെ തന്നെ എന്താണ് വനം, തോട്ടങ്ങൾ. ഓക്കെ, അപ്പോൾ കൃഷി, അതേപോലെ തന്നെ എന്താണ് വനം, പിന്നെ ഉള്ളത് എന്താണ് തോട്ടങ്ങൾ, അതേപോലെ തന്നെ മണ്ണിന്റെ ഈർപ്പം, ജലശാസ്ത്രം, വെള്ളപ്പൊക്ക മാപ്പിംഗ് തുടങ്ങിയ ആപ്ലിക്കേഷൻ എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന നിലവാരത്തിലുള്ള ചിത്രങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് EOS. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചു 2022 ഫെബ്രുവരി 14. PSLV C-52 വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. PSLV C-52. അടുത്തത് രോഹിണി RH-200. എന്താ ചോദിച്ചാൽ ഇന്ത്യ
തദ്ദേശീയമായി വികസിപ്പിച്ച സൗണ്ടിങ് റോക്കറ്റ് ആണ് ഈ പറയുന്ന രോഹിണി RH എന്ന് പറയുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൗണ്ടിങ് റോക്കറ്റ് ആണ് രോഹിണി 200. വിക്ഷേപിച്ച സ്ഥലമാണ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, തിരുവനന്തപുരം. അപ്പോൾ വിക്ഷേപിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, തിരുവനന്തപുരം. കാലാവസ്ഥാ പഠനത്തിനും അന്തരീക്ഷ വർണ്ണത്തിനുമായി ഉപയോഗിക്കുന്ന സൗണ്ട് റോക്കറ്റുകളാണ് രോഹിണി എന്ന് പറയുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് ആണ് രോഹിണി 75 അല്ലെങ്കിൽ RH-75 എന്നതാണ് ഇതിന്റെ ചുരുക്കപ്പേര്. RH-75 എന്താ? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൗണ്ടിങ് റോക്കറ്റ് ആണ് രോഹിണി RH-200. ഓക്കെ, അടുത്തതാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് എക്സ്റേ പോളോറൈമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1. എക്സ്പോസാറ്റ് എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? എക്സ്റേ പോളാറിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1 ഇനി പ്രക്ഷേപണ വാഹനം ഏതാന്ന് ചോദിച്ചാൽ PSLV C-58 ആണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോസാറ്റ് എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നതാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നതാണ് എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ്. എന്നാണ് ഇത് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജനുവരി 1. വിക്ഷേപണ വാഹനം ഏതാന്ന് ചോദിച്ചാൽ വിക്ഷേപണ വാഹനമാണ് PSLV C-58. വിക്ഷേപണ വാഹനം PSLV C-58 ആണ്. PSLV C-58 ആണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. PSLVയുടെ 60ാമത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ വിക്ഷേപിച്ചത് എന്നാ ചോദിച്ചാൽ മക്കളെ, എന്നാ 2024 ജനുവരി 1. വാഹനം വിക്ഷേപിച്ച വാഹനം ഏതാന്ന് ചോദിച്ചാൽ PSLV C-58 ആണ്. PSLVയുടെ 60ാമത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് എക്സ്പോസാറ്റിന്റെ മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നാണ് എക്സ്പോസാറ്റ് മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തമോഗർത്തങ്ങളെ കുറിച്ച്? ഓക്കെ, അപ്പോൾ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് എന്തിന്റെ ഈ പറയുന്ന എക്സ്പോസാറ്റ് എന്നതിന്റെ ശരിയായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ PSLVയുടെ 60ാമത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ്. വിക്ഷേപിച്ചത് 2024 ജനുവരി 1. വാഹനം PSLV C-58 ആണ്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്തിനെക്കുറിച്ച് വേണ്ടിയിട്ടാണ് എക്സ്പോസാറ്റ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ച്? തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പോസാറ്റ് മിഷൻ എന്ത് ചെയ്തത്? വിക്ഷേപിച്ചത്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട്. അത് സ്പെല്ലിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് എക്സ്പോസാറ്റ് മിഷന്റെ ലക്ഷ്യം. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ്. PSLVയുടെ 60ാമത്തെ ദൗത്യം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ആദ്യ രാജ്യമാണ് USA. ഈ മിഷനൊപ്പം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച ബിസാറ്റ് വിക്ഷേപിച്ചു. ലക്ഷ്യം കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കുക എന്നതാണ്. ഓക്കെ, അടുത്തത് LVM-3 കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ LVM-3 എന്താണെന്ന് ചോദിച്ചാൽ 36 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ 36 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ഏറ്റവും വലിയ റോക്കറ്റ് വിക്ഷേപിച്ചത് 2022 ഒക്ടോബറിലാണ്. അതിന്റെ പേരാണ് LMV-3 എന്ന് പറയുന്നത്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 GSLV മാർക്ക് 3 എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ LMV അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 GSLV മാർക്ക് 3 എന്നും ഇത് അറിയപ്പെടുന്നതു. വൺ വെബ് മിഷന്റെ ഭാഗമായാണ് 36 ഉപഗ്രഹങ്ങളിലെ LVM-3 ഭ്രമണപഥത്തിൽ എത്തിച്ചത്. മിഷന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LVMEയുടെ ആദ്യ വാണിജ്യ ദൗത്യമാണിത്. 36 വൺ വെബ് ഉപഗ്രഹങ്ങളുള്ള ആദ്യ മൾട്ടി സാറ്റലൈറ്റ് ദൗത്യമാണിത്. 6 ടൺ പേരോടുള്ള ആദ്യ ഇന്ത്യൻ റോക്കറ്റ് ആണ്. ലിയോ ലോവർ എർത്ത് ഓർബിറ്റിലേക്കുള്ള LMVയുടെ ആദ്യ വിക്ഷേപണം.
LVM-3 ഉപയോഗിച്ചുള്ള ആദ്യ NSIL മിഷനാണിത്. ചന്ദ്രന്റെ ഇരുവശങ്ങളും പര്യവേഷണം ചെയ്യാൻ ISROയുമായി സഹകരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സ്വകാര്യമായി വികസിപ്പിച്ച ആദ്യ റോക്കറ്റ് ആണ് വിക്രം എസ് എന്ന് പറയുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയറോസ്പേസിന്റെ ആദ്യ സംരംഭമാണ് ഈ റോക്കറ്റ്. തോൽവി അറിയാത്ത തുടർച്ചയായി 200 തവണ നടത്തിയ ISROയുടെ റോക്കറ്റാണ് രോഹിണി 200 എന്ന് പറയുന്നത്. അടുത്തത് വിക്രം എസ് ആണ്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ് എന്ന് പറയുന്നത്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ്. നിർമ്മിച്ചത് സ്കൈ റൂട്ട് എയറോസ്പേസ് ഹൈദരാബാദ് ആണ്. വിക്ഷേപണ സ്ഥലമാണെങ്കിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ്. അതേപോലെ വിക്രം എസ് വിക്ഷേപിച്ചത് 2022 നവംബർ 18 ആണ്. ഈ ദൗത്യത്തിന് പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിക്ഷേപണ ദൗത്യത്തിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രാരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിക്ഷേപണ ദൗത്യത്തിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതാണ് പ്രാരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദൗത്യത്തിന്റെ നൽകിയ പേരെന്താന്ന് ചോദിച്ചാൽ അതാണ് പ്രാരംഭ് എന്ന് പറയുന്നത്. അപ്പോൾ LVM-3 അതേപോലെ തന്നെ വിക്രം എസ് അതേപോലെ എക്സ്പോസാറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾ എല്ലാവരും മൊത്തമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ എങ്ങോട്ടേക്ക് പോവുക? നമ്മുടെ ടെലഗ്രാമിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് വേണ്ട നോട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? മൊത്തമായിട്ട് ഒന്ന് വായിച്ചതിന് ശേഷം നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മൊത്തമായിട്ട് വായിച്ചതിന് ശേഷം കൃത്യം 9 മണിക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്, അതിലൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 5ഓളം കറണ്ട് അഫയേഴ്സ് സെക്ഷനാണ് ഇനി ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് കാണുന്നവര് ഏകദേശം നമ്മുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് 2 മണിക്കൂർ 1 മണിക്കൂറിലേക്കൊക്കെ പോകും. പക്ഷെ അത് മൊത്തമായിട്ട് കാണുന്നവർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സിൽ 20ൽ 18 മാർക്കെങ്കിലും വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.